ശ്രീല പ്രഭുപാദി അമേരിക്കയിൽ പോയപ്പോൾ എന്തുകൊണ്ട് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് തന്നെ വെച്ചു? അപ്പോൾ കൂട്ടത്തിലുള്ള ശിഷ്യരെല്ലാവരും പറഞ്ഞു, പ്രഭുപാദി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഗോഡ് കോൺഷ്യസ്നസ് എന്ന് വയ്ക്കാം, അന്താരാഷ്ട്ര ഈശ്വരാവബോധ സമിതി എന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പ്രഭുപാദി പറഞ്ഞു, അല്ല, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ആവുന്നില്ല ആരാ ഈശ്വരൻ, ദൈവം എന്ന് പറയുമ്പോൾ ക്ലിയർ ആവുന്നില്ല ആരാ ദൈവം. ആ വ്യക്തത വന്നത് പ്രഭുപാദി വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് നമുക്ക് കൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ട് മാത്രമല്ല, സർവോന്നതനായിട്ടുള്ള ഈശ്വരൻ അദ്ദേഹമാണ്. ഇതാരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ ഏത് മതക്കാരാണെങ്കിലും, നമ്മൾ അള്ളാഹു എന്ന നാമത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ ആരാധിക്കുന്നതെങ്കിലും, ദൈവം പരംപിതാവ് എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നതെങ്കിലും അദ്ദേഹം കൃഷ്ണനാണ്. ഇതാണ് പരമസത്യമായിട്ടുള്ളൊരു കാര്യം.